ഹായ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇത്രയും നാളും നമ്മൾ കോണ്ടന്റ് റിലേറ്റഡ് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് ഞാൻ എന്നെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ എൻജിൽ ഇട്ട സമയത്ത് ഒത്തിരി ആൾക്കാർ എൻജിൽ മെസ്സേജ് അയച്ചിരുന്നു. ആൻഡ് അന്നത്തെ ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ അവിടെ പറഞ്ഞിരുന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാൾ ഒരുപാട് മെസ്സേജസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എല്ലാത്തിനും റിപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോഴാണ് എനിക്കിതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടി കിട്ടുമോ, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. അപ്പൊ എന്തൊക്കെയാണ് എൻജിൽ മെസ്സേജ് നോക്കിയാലോ. ഞാൻ കുറെ എണ്ണത്തിനൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ ഒന്നും റിപ്ലൈ ചെയ്തില്ലായിരുന്നു. ഓക്കെ, അപ്പം ആദ്യത്തെ മെസ്സേജ്, ഹായ് ചേച്ചി, ഞാൻ ചേച്ചിയുടെ ഒരു ഫോളോവർ ആണ് ആൻഡ് ഓൾസോ യുവർ ജൂനിയർ ആസ് എ ലോ സ്റ്റുഡൻറ്. I want to ask you, since I have 1 year left for my course to end, what advice as a senior do you like to give me? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലോ കോളേജ് ഇസ് എ പ്ലേസ് വേർ നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ലോ കോളേജ് നല്ല മിക്കവാറും കോളേജ് ലൈഫ് എല്ലാം തന്നെ എങ്ങനെയായിരിക്കും. അപ്പം ഇൻ പേഴ്സൺ ഞാനാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കോളേജ് ലൈഫും എനിക്ക് കിട്ടിയൊരു കോളേജ് ലൈഫും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെയായിരിക്കും മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാവുക. നമ്മൾ ഭയങ്കര ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ നമുക്ക് ഒരുപാട് പണി കിട്ടും. പിന്നെ ടീച്ചേഴ്സിന്റെ പാഷ്യാലിറ്റി, മാർക്കിന്റെ ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കാണും. അപ്പം എനിക്ക് ആകെ പറയാനുള്ളത്, ഇതൊക്കെ ഫസ്റ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. പക്ഷെ അതിനെ നോക്കിയിരിക്കരുത്, നമ്മൾ പിന്നെയും അതൊക്കെ ഓവർകം ചെയ്ത് ഇത് നമുക്ക് കോഴ്സ് എങ്ങനെയും പഠിച്ച് തീർത്തേ പറ്റത്തുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല ഇന്റേൺഷിപ്പ് ചെയ്യുക, നല്ല നല്ല ആൾക്കാരുടെ കീഴിൽ, മീൻസ് നല്ല നല്ല അഡ്വക്കേറ്റ്സിന്റെ അടുത്ത് പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ അതാണ് നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴും ഹെൽപ്ഫുൾ ആവുന്നത്, നമുക്ക് എപ്പോഴും കരിയറിന് നല്ലതായിട്ടിരിക്കുന്നത്. അപ്പം ബാക്കി സാധനങ്ങളൊക്കെ വിട്ടിട്ട് നമ്മുടെ കരിയർ എന്നുള്ള സാധനത്തിൽ ഫോക്കസ് ചെയ്യാം. ഈ കോളേജ് ലൈഫ് കഴിഞ്ഞാലും നമുക്കൊരു ലൈഫുണ്ട്. കോളേജ് ലൈഫ് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് കരിയർ തുടങ്ങുന്നത്. അപ്പം അവിടെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിൽ കയറ്റി വെക്കാതെ കൂടുതലായിട്ട് നമ്മുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഹായ് ചേച്ചി, ലവ് യുവർ വീഡിയോസ്, ജസ്റ്റ് വാണ്ട് ടു സേ ബി ഹാപ്പി. താങ്ക് യു സോ മച്ച്. ആരെങ്കിലൊക്കെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത് സംസാരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. LLB കഴിഞ്ഞില്ലേ, ഇനി അപ്പോൾ എന്താ പരിപാടി? LLB കഴിഞ്ഞില്ലെന്ന് ചോദിച്ചാൽ കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞു, റിസൾട്ട്സ് ഇനി കുറച്ച് വരാനുണ്ട്. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ആയിരിക്കും, കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും എൻറോൾമെന്റ് ഉണ്ടാവുക. ഒരു 2-3 months ഒക്കെ ഗ്യാപ്പിലാണ് എൻറോൾമെന്റ് വരുന്നത്. അപ്പൊ അതുവരെ അതിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു. ലോ കംപ്ലീറ്റ് ആയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി. ഞാൻ കോഴ്സ് കഴിഞ്ഞു. ഇപ്പം മാർച്ചിൽ ഒഫീഷ്യലി കോഴ്സ് കഴിഞ്ഞു. എക്സാംസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മെയ്, വൈവ ജൂണായി കഴിഞ്ഞപ്പം. ഇപ്പം ജൂൺ പകുതിക്കാണ് നമ്മുടെ വൈവ എല്ലാം കൂടെ കഴിഞ്ഞത്. ആൻഡ് ഇപ്പം ഞാനിങ്ങനെ ഇവിടെ വീട്ടിൽ റിസൾട്ട്സ് ഒക്കെ നോക്കിയിരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വൺ, ആർ യു സിംഗിൾ? ഞാൻ ഒറ്റയ്ക്കല്ല, ഒരാളുടെ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും എൻജിൽ ഇടുമ്പോൾ ഒക്കെ തന്നെ വരുന്നൊരു സാധനമാണ്. അതിലെനിക്ക് പറയാനുള്ളത്, ഇതെന്റെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു പേഴ്സണൽ സാധനമാണ്. അതിപ്പം വാട്ട് എവർ ദ ആൻസറസ്, ഞാനത് ഇപ്പൊ പബ്ലിക്കലി ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. സോ പ്ലീസ് അവോയ്ഡ് ആസ്കിങ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. എനിക്ക് അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനിപ്പം എന്ത് ആൻസർ ഇട്ടാലും അതിനെ ചൊല്ലി അടുത്ത ക്വസ്റ്റ്യൻസ് വരും. ഇതിപ്പോ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാലും താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതിനെ ചൊല്ലി അതെന്താ അതുകൊണ്ട്, അതെന്താ ഇങ്ങനെ, അതെന്തുകൊണ്ട് ഇങ്ങനെയായി, അതെന്താ ഇങ്ങനെ അല്ലാത്തത്, ഇങ്ങനെ ചോദിച്ചാൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും. സോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അതിന് ആൻസർ ചെയ്യാൻ മാത്രം ഓക്കെ അല്ല. സോ പിന്നീട് എപ്പോഴെങ്കിലും. യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം യെറ്റ് ടു ബി അച്ചീവ്ഡ്? ഡെഫിനറ്റ്ലി ലോയർ ആവുക എനിക്ക് കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമായിരുന്നു. കൊച്ചിലെ മുതൽ എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇതൊക്കെയോ, നീയോ, അക്കീലോ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഒരു പോയിന്റിൽ ഇപ്പം ഓൾമോസ്റ്റ് നമുക്കത് എത്തി എന്ന് വിശ്വസിക്കുന്നു. കറന്റ് ഈ ഒരു പോയിന്റിൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി, എൻറോൾമെന്റ് വെയിറ്റ് ചെയ്യുന്നു. ആൻഡ് അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഡ്രീം. Can you please share how to apply internship in Supreme Court and under which advocate on record you did internship? ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് പലരും പല രീതിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫോംസിലൊക്കെ ആണെങ്കിൽ ഒരു 6 months മുന്നേ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങണം. ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണും. പിന്നെ നമ്മൾ തന്നെ കോളേജിൽ പ്രീവിയസ് ഇയർ ചെയ്തിട്ടുള്ള സീനിയേഴ്സിന്റെ അടുത്തൊക്കെ കോൺടാക്ട് ചെയ്ത് നല്ല നല്ല കോൺടാക്ട്സ് നമുക്ക് കിട്ടും. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത് സുപ്രീം കോടതി ലോയർ ആയിരുന്ന അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, AORന്റെ കീഴിലാണ് ഞാൻ ചെയ്തത്. പ്രശാന്ത് സാർ ഇസ് എ വെരി കൂൾ പേഴ്സൺ.
ആൻഡ് എൻ്റെ ഇന്റേൺഷിപ്പ് എനിക്ക് ഏകദേശം 25 days ആയിരുന്നു ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് സൺഡേസ് ഇല്ല. അപ്പം അല്ലാതെ വർക്കിംഗ് ഡേയ്സ് ആയിട്ട് 25 days എങ്ങാണ്ടായിരുന്നു എനിക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഇന്റേൺഷിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്കത് എൻ്റെ കരിയറിൽ ഞാൻ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്റേൺഷിപ്പ് ആണ്. അത് എന്നെന്നും ഞാൻ ഓർമ്മിക്കുന്ന ഒരു നല്ല ഇന്റേൺഷിപ്പ് ആയിരുന്നു. മോർ ദാൻ എ ഇന്റേൺഷിപ്പ്, ഡൽഹി ആണെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് പുതിയൊരു സിറ്റിയിലേക്ക് മാറി നിന്ന് എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. ഹിന്ദി അറിയാത്ത ഞാൻ 1 മാസം ഡൽഹിയിൽ പിടിച്ചു നിന്നു. അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസസ് എനിക്ക് ഉണ്ടായിരുന്നു അവിടെ. ഒത്തിരി കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചു, ഒത്തിരി പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്തു. ഈവൻ നമ്മൾ ഇവിടെയൊക്കെ പോയിട്ട് ആരെങ്കിലും മീറ്റ് ചെയ്യുന്നതല്ല, നമുക്ക് ഈവൻ ലിറ്ററലി സംസാരിച്ചാൽ പോലും എനിക്ക് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ, അവർക്ക് ഹിന്ദി അറിയത്തുള്ളൂ, ആ ഒരു സിറ്റുവേഷൻ. എന്നിട്ട് പോലും ഞാൻ അവിടെ എങ്ങനെയൊക്കെയോ ഓവർകം ചെയ്തു. സോ അതെനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ ലോ സ്റ്റുഡൻസിനും എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അതുപോലത്തെ നല്ല ഇന്റേൺഷിപ്പ്, അപ്പൊ ഡൽഹി മാത്രമല്ല മുംബൈയിലാണുള്ള ഒരുപാട് നല്ല ഓഫീസസ് ഉണ്ട്, കോർട്ടുകളുണ്ട്, അവിടെയൊക്കെ പോയി ചെയ്യണം, മദ്രാസ് കോർട്ട്. അപ്പം അങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് വഴികളുണ്ട്. അതെല്ലാം മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഒരുമിച്ച് ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുണ്ടായി, ബട്ട് പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ലുക്കിംഗ് ഫോർവേഡ് ടു ഡയറക്റ്റ് യു ആക്ടർ ദൃശ്യ. ഓക്കെ, ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ. ഇതുപോലെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ കമ്മിറ്റ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് പല റീസൺസ് കാരണം അത് മാറിപ്പോയി. അതിനെന്നെ കോണ്ടാക്ട് ചെയ്ത ആളാന്ന് തോന്നുന്നത് മെസ്സേജ്. എനിവേ താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു കാര്യം കേട്ടത് ഒരുപാട് സന്തോഷം. കർമ്മ റിയൽ ആണോ, വിശ്വാസമുണ്ടോ ചേച്ചിക്ക്? കർമ്മയിൽ വിശ്വാസം എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കർമ്മ എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും റാൻഡംലി വന്നിട്ട് പറയും, എടി മറ്റേ ആ പുള്ളിയില്ലേ, ആൾക്ക് ഇങ്ങനൊരു സംഭവം പണി കിട്ടി. അപ്പൊ നമ്മൾ ശരിയാ, ദൈവമുണ്ട്, ഈ സാധനം എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നമ്മളിപ്പം എന്തെങ്കിലും ഉപദ്രവിച്ചവർ നമ്മൾ തിരിച്ച് പ്രതികാരം വീട്ടാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഇത് മറ്റേ സിനിമ സീരിയൽ സാധനം ഒന്നുമല്ല. എല്ലാവരോടും റിവെഞ്ച് ചെയ്ത് അങ്ങോട്ട് ഇതാക്കാനായിട്ട് ചില സമയത്ത് നമുക്ക് തിരിച്ച് എന്തെങ്കിലും ലൈഫിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുമായിരിക്കും ഇവരോട് തിരിച്ച് നമ്മളോട് അന്ന് ചെയ്തതിന് ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ എപ്പോഴും ഉണ്ടാവുന്നില്ല. അപ്പം നമുക്ക് വേണ്ടി ഡെഫിനറ്റ്ലി വേറെ ആരെങ്കിലും ദൈവത്തിന്റെ രൂപത്തിൽ വന്ന് ആക്ട് ചെയ്യും. അപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് കിട്ടും. അതിപ്പോൾ ആരാണെങ്കിലും കിട്ടും. മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ചേച്ചി? അതിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് അതിൻ്റെ ആ ഒരു സെറ്റപ്പും ടെക്നോളജി ഇതുവരെ മനസ്സിലായിട്ടില്ല. എങ്ങനെയാ മാനിഫെസ്റ്റ് പ്രോസസ്സ് എന്നുള്ളത് തന്നെ എനിക്കറിയത്തില്ല. എനിക്കൊന്ന് ന്യൂ ഇയറിന്റെ സമയത്തൊക്കെ ആൾക്കാർ മറ്റേ ടേബിളിനടി പോയിട്ട് മുന്തിരിക്ക് തിന്നുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാൻ പാടില്ല. ഞാനൊരു വെടിക്കെട്ടൊക്കെ മുട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ന്യൂ ഇയറിന്റെ സമയത്ത്. സോ ഞാൻ മാനിഫെസ്റ്റിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ക്രിയേറ്റീവ് ദേവുവിന്റെ കോണ്ടന്റ് കോപ്പി ചെയ്യുന്നതാണോ, ആ ചേച്ചി കോപ്പി ചെയ്യുന്നതാണോ? ഓക്കെ, ഞാൻ ദേവുവിന്റെ കോണ്ടന്റ് കോപ്പി ചെയ്യാറുണ്ടോ, ദേവു എന്റെ കോണ്ടന്റ് കോപ്പി ചെയ്യാറുണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ല. ഞങ്ങൾ ഒരേപോലത്തെ കോണ്ടന്റുകളാണോ ചെയ്താൽ നമ്മൾ പ്രസന്റേഷനിൽ എവിടെയൊക്കെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്ന കോണ്ടന്റ് ലിറ്ററലി ഡിഫറെന്റ് ആണ്. കാരണം ഞാനൊരു സാധനത്തെ കാണുന്ന പോയിന്റ് ഓഫ് വ്യൂവിലല്ല ദൈവം അതിനെ കാണുന്നത്. ദൈവം കുറെ കൂടെ കോമഡി ഫണ്ണി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്ന ആളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തരുന്ന ഒരാളൂടെയാണ് അവള്. എനിക്ക് ഡെയിലി എങ്ങനെയാണ് ഇവളിങ്ങനെ ഇത്രയും കോമഡി ഒക്കെ ഉണ്ടാക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഇന്ന് സ്വയമേ ആലോചിക്കാറുണ്ട്. ബട്ട് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ഇരുന്ന് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഈ കോണ്ടന്റ് ക്രിയേഷൻ ഫീൽഡിൽ ഒരുപാട് നാളായിട്ട് കുറെ കൂടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അവള്. ഞാൻ ഭയങ്കരമായിട്ട് ഓരോ കോണ്ടന്റ് കിടിലം നല്ല സ്ക്രിപ്റ്റിംഗ് എന്ന് ഞാൻ സ്വയമേ അഡ്മയർ ചെയ്യുന്ന ഒരാളാണത്. സോ ഞാൻ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് കടയിൽ ഞാൻ ഈ ഒരു സാധനം NG വന്ന സമയത്ത് ഞാൻ ഡേവിന് ഷെയർ ചെയ്തിരുന്നു. നമ്മളാ എപ്പോ ഈ ഒരു സാധനമായിരുന്നു. സോ ഇല്ല, നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സിമിലർ ടൈപ്പ് ഓഫ് സാധനങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിച്ച് ചെയ്യേണ്ട ഇല്ല. ഡു യു തിങ്ക് പീപ്പിൾ ക്യാൻ ചേഞ്ച്? ഡെഫിനറ്റ്ലി നല്ലപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് എല്ലാവർക്കും റിലേറ്റ് ചെയ്തൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മറ്റേ ഇലക്ഷന്റെ സമയത്ത് നമ്മുടെ അടുത്ത് വന്ന് പ്രചരണത്തിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ തരും ഇങ്ങനെ തരും എന്ന് പറയുന്ന ആൾക്കാര്, പക്ഷെ ഒരു ജയിച്ചിന് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് പോലും ഓർമ്മയുണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ ചേഞ്ച്. അതുപോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഫ്രണ്ട്സ് ഫോർ എവർ എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്സ് ഇപ്പൊ എവിടെയാണെങ്കിലും നമുക്കറിയോ? ഇല്ല. കാരണം നമുക്കിപ്പോൾ അവരുടെ കമ്പനി ഉണ്ടാവില്ല. എങ്ങനെയായിരിക്കും നമ്മള് ഒരു പോയിന്റിൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഒന്നിച്ചാവും എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് അവരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ലാതൊക്കെ പോയിട്ടുണ്ട്.
അപ്പം പിന്നെ ചില ആൾക്കാര് ചില സമയത്ത് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഒരു കോളേജിൽ പഠിക്കുവാണെങ്കിൽ ആ കോളേജ് പീരീഡ് കഴിയുന്നവരെ മാത്രം നമ്മളെ ഇങ്ങനെ കൂടെ കൊണ്ടുവരും. കോളേജ് ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മളെ കളഞ്ഞിട്ട് പോകും. അതുപോലെ ഒരു വർക്കിനൊക്കെ നിൽക്കുന്ന ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് അങ്ങനെ കമ്പനി വെക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കമ്പനി വിട്ടിട്ടൊക്കെ പോകും. ചിലപ്പം അഫ്കോഴ്സ് തിരക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ പലരും പല കാരണത്താലും മാറിപ്പോകുന്നവരുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവരൊന്നും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ലെവലിൽ എത്തിക്കുമ്പോൾ നമ്മളൊന്നും പോരാ എന്ന് കരുതി മാറിപ്പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ ചേഞ്ച്. സുഖമാണോ എന്ന് ചോദിക്കുന്നില്ല, ഓക്കെ അല്ലേ? താങ്ക് യു ഫോർ ദാറ്റ്. നമ്മള് ശരിയാണ്, നമ്മൾ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിക്കുന്ന ഫേസ് ആയിരിക്കില്ല നമുക്ക് ഓൾവേസ് ഉണ്ടാവുക. ഇതിപ്പം ഞാനാണെങ്കിൽ പോലും ഡെയിലി ഭയങ്കര കോമഡി ഫണ്ണി റീൽസ് ഒക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും മെന്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്ന പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം സൈബർ കേസസ് ഇഷ്യൂസ് ഒക്കെ നടന്നൊരു ടൈം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾ എടുത്ത് കാണിക്കുന്ന സാധനമായിരിക്കില്ല എപ്പോഴും അയാളുടെ റിയൽ ലൈഫിൽ നടക്കുന്നത്. അത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഒരാൾ ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഇപ്പം ഓക്കെയാണെന്ന് ചോദിച്ചാൽ വെരി മച്ച് ഫൈൻ. ഭയങ്കര സുഖമായിട്ട് ഇരിക്കുവാണെന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് ഐ എം ഓക്കെ. ചേച്ചി വേൾഡ് കപ്പിൽ ഏതാ ടീം? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈവൻ ഒരു ടീമിനെ ഇഷ്ടം എന്നതിനപ്പുറം എനിക്ക് കുറെ പ്ലേയേഴ്സിന് ഇഷ്ടമാണ്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അവരുടെയൊക്കെ മാച്ച് മിക്കവാറും ഞാനിത് കാണും. അപ്പം അവർക്ക് ആ മാച്ചിൽ ഗോൾ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് സങ്കടം. അതിപ്പോ എങ്ങനെയാ പറഞ്ഞു തരാന്ന് വെച്ചാൽ, നീ ഒരു സീസണൽ ഫാൻ ആണോ, നിനക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല, ഇതൊക്കെ ഉള്ള ക്ലീഷേ കുറെ റീൽസ് ഞാൻ കണ്ടു. ആ സാധനമല്ല പറയുന്നത്. ഇപ്പൊ എല്ലാത്തിനോടും ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല. ഇതിപ്പം കഴിഞ്ഞ വർഷത്തെ കളിയിൽ അർജന്റീന ജയിച്ചു, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. മെസ്സി ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആ സമയത്ത് എനിക്കുള്ളിലുള്ള സാധിച്ചാൽ ഫ്രാൻസിന് എംബാപ്പെ നല്ല കിടിലമായിട്ട് കളിച്ചില്ലേ, എംബാപ്പയ്ക്ക് കിട്ടിയില്ല. എംബാപ്പെ എന്ന ബെസ്റ്റ് പ്ലെയർ, ബട്ട് ആ പോയിന്റിൽ എനിക്ക് എംബാപ്പനെ കണ്ടപ്പോൾ സങ്കടമായി. അയ്യോ പാവം കൊച്ച്, അയ്യോ അവന് കിട്ടിയില്ലല്ലോ എന്നൊരു സാധനം എനിക്ക് ഉള്ളിലുള്ളൊരു സങ്കടം വന്നു. അതേ സമയത്ത് കഴിഞ്ഞ വർഷം തന്നെ അർജന്റീനയുടെ ഫസ്റ്റ് കളിയിൽ അവർ സൗദി ആയിട്ട് ഫെയിലായി. സോ ആ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം. അയ്യോ അർജന്റീന, അവർക്ക് എന്തെങ്കിലും പറ്റിയത്, അയ്യോ ആ സാധനം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ചധികം ടീമുകളുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പറ്റി പോകും, അങ്ങനത്തെ പ്രശ്നങ്ങൾ. കഴിഞ്ഞ ഫിഫയില് അതുപോലെ പോർച്ചുഗലില് റൊണാൾഡോ ഇറക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇവന്മാരെന്താ റൊണാൾഡോ ഇറക്കാത്ത ഈ സാധനം വന്നു. അതിന് മുന്നത്തെ ഫിഫയില് നെയ്മറിന് പരിക്കേറ്റിരുന്നുണ്ട്. അപ്പൊ അപ്പോഴും എനിക്ക് സങ്കടം വന്നു. അപ്പം എനിക്കിങ്ങനെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള കുറെ പ്ലേയേഴ്സിന് എന്തെങ്കിലും അയ്യോ ഇവർക്ക് വയ്യാണ്ടായോ, അല്ലെങ്കിൽ ഇവർക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ലേ, അയ്യോ ഇവർക്ക് ഈ കളി ഇറങ്ങാൻ പറ്റിയില്ലേ എന്നൊക്കെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം വരും. അങ്ങനത്തെ ഒരു സാധനം എനിക്കുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഇന്ന ടീമാണ് എനിക്കുള്ളത്, ഞാൻ ഇന്ന ടീമിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനത്തെ സാധനം എനിക്കില്ല. നീ സീസണൽ ഫാനാണെന്നോ എന്ത് വേണേലും നിങ്ങൾ വിചാരിച്ചു. ബട്ട് ഇതാണ് എനിക്ക് ഫിഫയെ കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള സാധനം. ഞാൻ മിക്കവാറും കളികളൊക്കെ കാണാറുണ്ട്. എനിക്ക് ആൾക്കാർ പറയുന്ന പോലെ എന്നാ പോർച്ചുഗലിന് 5 പ്ലേയേഴ്സിന് പറയടി, അല്ലെങ്കിൽ ഫ്രാൻസിന് 5 പ്ലേയേഴ്സിന് പറയടി എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ അറിയത്തില്ല. എനിക്ക് ഈ പറയുന്ന നെയ്മറിനെ, റൊണാൾഡോനെ, മെസ്സിനെ, എംബാപ്പനെ ഇങ്ങനെ കുറച്ച് പേരെ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ പിന്നെ PSC പരീക്ഷയ്ക്കൊന്നും പഠിക്കുമല്ല ഈ കണ്ട ആൾക്കാരുടെ കൂടെ പേര് പിടിച്ചു വെക്കാൻ. സോ അതിനെക്കുറിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. വേർ ഈസ് യുവർ പ്ലേസ്? എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി പഞ്ചായത്തിലെ പുളിരാമ്പാറ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അത് ഞാൻ കുറെ പേര് വിചാരിച്ച ട്രിവാൻഡ്രം ഗവൺമെന്റ് ലോ കോളേജിലായിരുന്നു LLB ചെയ്തത്. അപ്പം അതുകൊണ്ട് കുറെ പേര് ഞാൻ ട്രിവാൻഡ്രം ബേസ്ഡ് ആണെന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ കോഴ്സ് കഴിഞ്ഞപ്പോൾ മുതലാണ് ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ കോഴ്സ് കഴിഞ്ഞപ്പോഴും എക്സാംസും വൈവ ബാക്കി കുറെ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളത് വാങ്ങാനുള്ളതെന്നൊക്കെ ആയിട്ട് ഞാൻ കുറെ നാളായിട്ട് ട്രിവാൻഡ്രം ടു കോഴിക്കോട് ഷട്ടിൽ അടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോഴും ആൾക്കാരുമ്പോ 2 ദിവസം വീട്ടില് 2 ദിവസം ട്രിവാൻഡ്രത്ത് മറ്റേ കനകക്കൊന്നിന് മ്യൂസിയത്തിലൊക്കെ കാണുന്നത് എന്തുവായത്. സോ അത് ആയിരുന്നു എൻ്റെ ഒരു ഷെഡ്യൂള്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് BNS സെക്ഷൻ? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് BNS സെഷൻ? BNS സെക്ഷൻ എന്നൊക്കെ പറയുമ്പം ഒന്നാമത്തെ കാര്യം, ഞാൻ പഠിച്ച പേപ്പർ IPC ആയിരുന്നു. ഞാൻ പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് BNS ആയിട്ട് മാറിയത്. അപ്പം ഇപ്പം ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഇപ്പൊ BNSലെ എല്ലാ സെക്ഷനും എനിക്ക് വലിയ ധാരണയില്ല. ഇപ്പോഴും IPC ആണ് എൻ്റെ ബ്രെയിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. കാരണം ഞാൻ പഠിച്ചതും എക്സാം എഴുതിയതും എല്ലാം അതായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ പോലും അയ്യോ ഈ IPC സെക്ഷന്റെ കറസ്പോണ്ടിങ് BNS സെക്ഷൻ ഏത് എന്ന് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ തലയിൽ രജിസ്റ്റർ ആയി കിടന്നത് IPC ആണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പ്രാക്ടീസിൽ ഇറങ്ങി ഡെയിലി ലൈഫിൽ
BNS വന്നു കഴിയുമ്പോഴാണ് കുറെ കൂടെ ഡെപ്തിൽ അവസാനം നമ്മുടെ തലയ്ക്കകത്ത് രജിസ്റ്റർ ആവത്തുള്ളൂ. സോ യാ, അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്ത് ചേച്ചി നമ്മളൊന്നും ഇപ്പൊ മൈൻഡ് ഇല്ലല്ലോ. ഓക്കെ, ഇതാരായിട്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. ഐ തിങ്ക് എന്നെ പരിചയമുള്ള ആരെങ്കിലും ആണോ? ഓക്കെ, മൈൻഡ് ഇല്ലാത്തതല്ല. ചില സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജസ് ഒന്നും നോക്കാൻ തോന്നത്തില്ല. കുറേ DM മെസ്സേജസ് വന്ന് കിടന്നാൽ എനിക്ക് ചിലപ്പോൾ തുറക്കാൻ തോന്നത്തില്ല. പിന്നെ എക്സാമോ സ്ട്രെസ്സോ ഒക്കെ ആയിട്ട് ഭയങ്കര ഫക്ഡപ്പ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് ചോദിച്ചോ. അപ്പൊ ആ സമയത്ത് ഇൻസ്റ്റ തുറക്കുമ്പോൾ അയ്യോ ഇത്രയും മെസ്സേജസോ, അയ്യോ വയ്യ എനിക്കിതെല്ലാം ഡീലപ്പ് ചെയ്യാനുള്ള സമയമില്ല എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യും. പിന്നെ വരുമ്പോഴാണെങ്കിലും ആദ്യം കിടക്കുന്ന 4-5 മാത്രം റിപ്ലൈ കൊടുത്തു പോകും. കാരണം നമുക്ക് പണിയുണ്ട്, നമുക്ക് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പം ആ ഒരു സമയത്ത് ഞാൻ പലതും സ്കിപ്പ് ചെയ്ത് പോവാറുണ്ട്, പലതും വിട്ടു പോവാറുണ്ട്. അതാണ്, അല്ലാതെ മൈൻഡ് ഇല്ലാത്തതല്ല കേട്ടോ, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ബട്ട് ഇതാണ് സിറ്റുവേഷൻ. എൻ്റെ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞു. എനിക്ക് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. എന്തെങ്കിലും ടിപ്സ് പറയാമോ? സോ എനിക്കിനകത്തൊരു ടിപ്സും പറയാൻ അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും റാൻഡം കോഴ്സ് പഠിക്കുക എന്നതിനപ്പുറമായിട്ട് നമുക്ക് ജോലി കിട്ടാൻ ചാൻസസ് ഉള്ള, ഡെഫിനറ്റ്ലി ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള കോഴ്സസ് പഠിക്കും. കാരണം ഞാൻ കണ്ട് കുറേ പേര് ഡിഗ്രി എടുത്തു, PG എടുത്തു, പിന്നെ BEd എടുത്തു, വേറെ എന്തൊക്കെയോ ഓൺലൈൻ കോഴ്സസോ അങ്ങനെ എന്തൊക്കെയോ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബട്ട് അവർക്ക് ജോലി കിട്ടുന്നില്ല. ഇപ്പം അറ്റ് എ ടൈം എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനുള്ള വേക്കൻസി ഒരു സ്കൂളിൽ ഇപ്പം ആ ഒരു പോസ്റ്റിലേക്ക് ഒരാളെ മതിയായിരിക്കും, അല്ലെങ്കിൽ 2 ആളെ മതിയായിരിക്കും. പക്ഷെ അതേപോലെ അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി എല്ലാവരും ടീച്ചർ ആവാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതവിടെ പ്രശ്നമാവും. അപ്പം ഏറ്റവും കൂടുതൽ നിലവിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്തിലേക്കാണെന്ന് നോക്കിയിട്ട് അതിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയാ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ നമുക്കത് മടുക്കും. ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും അതിന് മടുപ്പ് ഫീൽ ചെയ്യില്ല. ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ചൂസ് ചെയ്തൊരു സാധനമാണ്, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ഡിഗ്രി ചെയ്തത്. എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കോഴ്സസ് ഭയങ്കര കിട്ടണം. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് ഇഷ്ടമായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പേഴ്സൺ അല്ലായിരുന്നു. എനിക്ക് ആ സാധനം പ്രോഗ്രാമിംഗ് സാമാനം എൻ്റെ തലയ്ക്കകത്ത് കയറത്തില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ പേപ്പർ എഴുതി തീർക്കാൻ വേണ്ടി പഠിച്ചു എന്നല്ലാതെ ഞാൻ മര്യാദയ്ക്ക് മനസ്സുകൊണ്ട് ഇഷ്ടത്തോടെ അല്ലാതെ പഠിച്ചത്. അപ്പം LLB ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടതും ഒക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ LLB എടുത്ത് പഠിച്ചത്. ഇപ്പോഴും ഞാൻ ഫുൾ കോഴ്സ് കഴിഞ്ഞിരിക്കുമ്പോഴും ഞാൻ പഠിച്ചതൊന്നും എനിക്ക് വേസ്റ്റ് ആയിരുന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഞാൻ ഓരോ സബ്ജക്റ്റും പഠിച്ചതും ക്ലിയർ ചെയ്തതും ഒക്കെ. സോ അങ്ങനെ ഇഷ്ടത്തോടെ പഠിച്ചത് നമുക്ക് കുറെ കൂടി ഈസി ആയിരിക്കും തോന്നുന്നു. അല്ല മേഡം, എന്തൊക്കെയുണ്ട് വിശേഷം? ഫുൾ കറക്കമാണല്ലോ, എൻജോയ്. ഞാൻ ഈ എക്സാമിന് പോകുന്നതും സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി തിരുവനന്തപുരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് അടിക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്കമായിട്ട് തോന്നും. എന്താ പറയുക, ഞാൻ ഈ റാൻഡംലി ഒരു സ്ഥലത്ത് നടന്നു പോകുമ്പോൾ കൊള്ളാം, നല്ല കിടിലൻ സ്പോട്ട് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കും. പക്ഷെ അത് കാണുമ്പോൾ ആൾക്കാർക്ക് ഇവളുടെ ലൈഫാണ് ലൈഫ്, ഇവളെന്ത് കറക്കമാണ് എന്ന് വിചാരിക്കുന്നത്. സത്യമായിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്നതും ഇതൊന്നും വെച്ചിട്ട് നമ്മൾ ആരും വിലയിരുത്താൻ നിൽക്കരുത്. ഫാൻ ഓഫ് യുവർ കോണ്ടന്റ്, ഡോണ്ട് ലൂസ് ദ കോൺസിസ്റ്റൻസി, ബിഗ് ഫാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. ബട്ട് ഇടയ്ക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും തിരക്കുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന, മാക്സിമം ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. തിരുവനന്തപുരത്തെ പറ്റി എന്താണ് തൻ്റെ അഭിപ്രായം? ലൈക്ക് ആക്ച്വലി എനിക്ക് ട്രിവാൻഡ്രത്തെ കുറിച്ച് പറയണമെങ്കിൽ വേറൊരു ഫുൾ വീഡിയോ ചെയ്യേണ്ടി വരും. അത്രയും എനിക്ക് ട്രിവാൻഡ്രത്തെ പറ്റി പറയാനുണ്ട്. വൺസ് അപ്പോൺ എ ടൈം ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന, ഭയങ്കരമായിട്ട് പുച്ഛിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ട്രിവാൻഡ്രം. ബട്ട് ഇന്ന് എനിക്ക് എല്ലാം എന്ന് പറയുന്ന ട്രിവാൻഡ്രമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട കോഴ്സ്, ഇഷ്ടപ്പെട്ട ലൈഫ് ആൻഡ് ഓൾ ഇൻ ഓൾ എന്നെ ഇപ്പൊ കാണുന്ന ഞാനാക്കി മാറ്റുന്നത് ട്രിവാൻഡ്രമാണ്. എന്നെ ഇൻഡിപെൻഡന്റ് ആക്കിയത് ട്രിവാൻഡ്രമാണ്. ഞാൻ പാർട്ട് ടൈം വർക്കിന് പോകാൻ തുടങ്ങിയത് ട്രിവാൻഡ്രത്ത് എത്തുന്ന സമയത്താണ്. ആൻഡ് എന്താ പറയാ, ഐ എം സോ ഹാപ്പി. ആദ്യം വന്ന സമയത്ത് എനിക്ക് എങ്ങനെയും ഇവിടെ നിന്ന് പോയാൽ മതി, എനിക്ക് തിരുവനന്തപുരത്ത് ഇഷ്ടമല്ല, ഇവിടുത്തെ ആൾക്കാർ കൊള്ളത്തില്ല, ഇവിടുത്തെ സ്റ്റാങ് കൊള്ളത്തില്ല, ഇവരുടെ ഫുഡ് കൊള്ളത്തില്ല, അങ്ങനത്തെ എനിക്ക് കുറ്റമായിരുന്നെങ്കിൽ അങ്ങനെ കുറ്റം പറഞ്ഞ് എപ്പോഴൊക്കെയോ ഞാൻ ട്രിവാൻഡ്രത്തെ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. അതാണ് സംഭവിച്ചത്. സോ മീറ്റ് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്, നടക്കുവോ, ഫോളോ ചെയ്യുമോ? മീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുള്ള സാധനം ഓക്കെ, എവിടെയാ, എന്താ, ഏതാ, ആരാ, എനിക്കൊന്നും അറിയത്തില്ല.
സോ ഞാൻ ഇവിടെ വെറുതെ വീട്ടിലിരിക്കുക. പിന്നെ കാണാൻ വേണ്ടവർക്കൊക്കെ വീട്ടിൽ വന്ന് കാണാൻ വന്നാൽ കുഴപ്പമൊന്നുമില്ല. കാണാൻ വരുമ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വരിക. ഓക്കെ, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുവാണ്. ഫ്രൂട്ട്സ് ആണെങ്കിലും ഇപ്പൊ ബോൺവിറ്റ, ബൂസ്റ്റ് എന്തൊക്കെ നിങ്ങൾ കൊണ്ടുവന്നാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ 2 രൂപ നീട്ടി സ്വീകരിക്കുന്നതായിരിക്കും. സോ യാ, ഓക്കെ, മീറ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി യു ആർ വെൽക്കം ടു മൈ ഹോം. പിന്നെ ഫോളോ ചെയ്യുമോ, ഇതിപ്പം ആരാ എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് പേര് നമുക്കിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, ബാക്ക് ഫോളോ പ്ലീസ്, ഫോളോ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഞാനിപ്പം ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ എനിക്ക് ആ പേഴ്സണെ നേരിട്ട് അറിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ എനിക്ക് എന്താ ഡെയിലി നമുക്ക് എന്റർടൈൻ ചെയ്യുന്നതോ ഇൻഫർമേഷൻ തരുന്നതോ എന്തെങ്കിലും ഒരു ക്രിയേഷൻ അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. എന്നെ പറ്റി ഫോളോ ചെയ്യുന്ന വെച്ച് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഏതെങ്കിലും കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സീരീസിലെ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഫോട്ടോസ് വെച്ചിട്ട് DP ഇട്ടിട്ടുള്ളവരായിരിക്കും. ആൻഡ് അങ്ങനെ വായിക്കൊള്ളാതെ എന്തെങ്കിലും കൊറിയൻ നെയിമൊക്കെ ആയിരിക്കും ഇവർ മറ്റേ ഐഡിയ ആയിട്ടും ഇവരുടെ പേരായിട്ടും വെച്ചിട്ടുണ്ടാവുക. ഞാൻ അങ്ങനെ കൊറിയൻ ഡ്രാമാസ് ഒന്നും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളല്ല. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ടും അതിന്റെ ആ ഒരു സൈഡോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഞാൻ സീരീസ് ഒന്നും യൂഷ്വലി കാണാറില്ല. അപ്പം എനിക്ക് അതിലുള്ള ക്യാരക്ടേഴ്സിനെയോ അത് അങ്ങനത്തെ പേരുകളാണോ ഇട്ടിട്ടുള്ളത് ഒന്നും എനിക്ക് അറിയത്തില്ല. ആൻഡ് ഇവർക്ക് 0 പോസ്റ്റ് ആയിരിക്കും. ആൻഡ് ഹൈലൈറ്റ്സ്, കുറെ ഹൈലൈറ്റ്സ് ഉണ്ടാവും. ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഇവരുടെ മുഖം ഒരിക്കലും ഉണ്ടാവത്തില്ല. മറ്റേ കൈയുടെ അറ്റം, കാലിന്റെ അറ്റം, തലയിങ്ങനെ തിരിഞ്ഞിരിക്കുന്നുള്ള ഫോട്ടോ. അപ്പൊ ഇത് ആരാന്ന് പോലും അറിയത്തില്ല. ഞാൻ ഇവരെങ്ങനെ ഫോളോ ചെയ്യാം പിന്നെ? ഓക്കെ, ഹേ ദൃശ്യ, യു ആർ എ ഗുഡ് കോണ്ടന്റ് ക്രിയേറ്റർ, യു ഹാവ് എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ആസ് വെൽ, കീപ് അപ്പ് ദ ചാം ആൻഡ് ട്രൈ എക്സ്പ്ലോറിംഗ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, കോണ്ടന്റ്സ്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കരിയർ ആസ് വെൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്താ പറയാ, നമുക്ക് കിട്ടുന്ന നല്ലൊരു ഗ്രീറ്റിംഗ്, അങ്ങനെ എനിക്കിങ്ങനെ കാണാൻ ഇഷ്ടം. എനിക്ക് തയ്ച്ചത് ആരാണെങ്കിലും താങ്ക് യു സോ മച്ച്. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ അറിയില്ല. ബട്ട് യാ, നമുക്ക് പെട്ടെന്ന് ഒരാൾ നമ്മുടെ അടുത്ത് ഓൾ ദി ബെസ്റ്റ്, യുവർ കോണ്ടന്റ്സ് ആർ ഗുഡ് എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെ ഒരു മഞ്ഞ വീണ സുഖം. LLM ആൻഡ് PhD ചെയ്യുന്നില്ലേ? എനിക്ക് തോന്നുന്നു എന്റെ ഫ്രണ്ട്സ് ആരുമാണ് ഈ സാധനം ഇട്ടത്. ഞാൻ പണ്ട് ഇരുന്നൂറോടൊക്കെ പറയാം, പിന്നെ LLB ഒന്നും നിർത്താൻ പോകുന്നു. ഞാൻ LLM ചെയ്യും, എന്നിട്ട് PhD ചെയ്യും. സ്റ്റിൽ എനിക്ക് ആഗ്രഹം മൈൻഡിൽ കിടപ്പുണ്ട്. എത്രത്തോളം പോസിബിൾ ആവും നടക്കുമെന്ന് അറിയത്തില്ല. ബട്ട് യാ, LLM ചെയ്യണം, PhD എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കുമായിരിക്കും. ഐ മിസ് യു തങ്കുമ്മ. അയ്യോ സോ സ്വീറ്റ്, ഐ മിസ് യു ടു. എനിക്ക് തന്നെ ഹോസ്റ്റലിലുള്ള പിള്ളേരായിരിക്കും ഇത് അയച്ചത്. കാരണം യൂഷ്വലി അവരാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്. ആൻഡ് എൻ്റെ നാട്ടിലുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്. ഐ മിസ് യു ടു. ടെൽ അബൌട്ട് യുവർ ഡ്രീം ലൈഫ് പാർട്ട്ണർ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളൊരു പേഴ്സണെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഡ്രീം ചെയ്തിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. പ്രത്യേകിച്ച് എന്നെ ഉപദ്രവിക്കരുത് ഇൻ ദ സെൻസ്, ഞാനിപ്പം ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് എൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് പോകുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ കോഴ്സ് എടുത്തതാണെങ്കിലും പഠിക്കുന്നതാണെങ്കിലും വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഇപ്പം ഈ കോണ്ടന്റ് ക്രിയേഷൻ കാര്യങ്ങൾ, ഇപ്പം ഈവൻ ഞാൻ ചെയ്യുന്ന ഓരോ കുഞ്ഞു ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും അത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പൊ ഒരിക്കലും എൻ്റെ പേഴ്സണൽ സ്പേസിൽ കയറി വന്നിട്ട് ഒപ്പീനിയൻസ് ആവാം, കുഴപ്പമില്ല. പക്ഷെ നീ ഇത് ചെയ്യണ്ട, നീ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ എന്നെ ഓവർ റൂൾ ചെയ്യുന്ന ഒരാളാവരുത് എന്നെനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. ആൻഡ് എന്താ പറയുക, എൻ്റെ വർക്കിലാണെങ്കിലും ഇപ്പം കോണ്ടന്റ് ക്രിയേഷനിലാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്താ പറയാ, ഞാൻ തിരിച്ചും അങ്ങനെയായിരിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്ട് വേണം. അല്ലാതെ ഞാൻ വലുത് നീ ചെറുത്, നീ വലുത് ഞാൻ ചെറുത്, ഇങ്ങനത്തെ കമ്പാരിസൺ സാധനങ്ങളൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാനിപ്പം ഈ ഒരു പോയിന്റിൽ അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു. സോ ആക്ച്വലി ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ ബൈ.